ഇതായിരിക്കണം മുഖ്യമന്ത്രി വെല്ലുവിളി വി.ഡി. സതീശന്റെ വെല്ലുവിളി ആയിട്ടെടുത്ത് കേട്ടു. ഇതാ വികസന സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മറുപടിയുമായി പിണറായി വിജയൻ. എന്നാൽ ഇനി ഇതിൽ സംവാദമായാലോ എന്ന് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഒരു സംവാദത്തിന് കളമൊരുങ്ങുകയാണ്. വി.ഡി. സതീശന്റെ വെല്ലുവിളി മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ഇങ്ങനെ ആൺകുട്ടികളായാലങ്ങനെ മുഖ്യമന്ത്രി നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറാകുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നുണ്ട്. ജിൻസി, എന്നാൽ ഇനി ഇതിൽ സംവാദമായാലോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഫേസ്ബുക്കിലൂടെയുള്ള സംവാദം ഏറ്റെടുത്ത് ശരി, അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ ശരിക്കും പ്രതിപക്ഷവും ഭരണപക്ഷവും നിന്നുങ്ങാണ്ടും സംവദിക്കും. അതല്ല ജനങ്ങൾ അറിയട്ടെ, അതല്ലേ വേണ്ടത്. ബാക്കിയും കൂടി ഒന്ന് കേൾക്കേ. നേതാവിന്റെ ക്ഷണം അതിനോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കും. പക്ഷേ ടൈറ്റ് ഷെഡ്യൂളാണ് മുഖ്യമന്ത്രിയുടേത്. ഇന്ന് കൊല്ലത്ത്, നാളെ തിരുവനന്തപുരത്ത്, പിന്നെ തിരികെ മുഖ്യമന്ത്രി പോവുകയാണ്. ഓരോ ജില്ല ഇതുവരെ കവർ ചെയ്യാത്ത ജില്ലകളിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. അവിടെ ഇവിടെ ഒക്കെ പോകേണ്ടി വരുമല്ലോ. പക്ഷെ ഞാൻ മനസ്സിലാക്കണത് ഇത് ശരിക്കും ഒരൊറ്റ സംവാദം വെച്ചാൽ നിങ്ങൾ എവിടെയും പോകണ്ട. നിങ്ങൾക്ക് ഇത്തരം ഓടി പാച്ചിലൊന്നും വേണ്ട. രണ്ടാൾക്കും വീട്ടിലിരുന്നാൽ മതി. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ സംവാദം വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറഞ്ഞാൽ ജനങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യും. അതിന് പറ്റും നിങ്ങൾക്ക് രണ്ടാക്കും. ഫേസ്ബുക്കിലൂടെയുള്ള അവിടെ കട്ടെ അതിനുണ്ടെങ്കിൽ വരും.